ഇവനിതെവിടെയാ പോകുന്നത്? ഒറ്റയ്ക്കാണല്ലോ. ഈ പോക്കി തന്നെ കൊടുക്കേണ്ട കണക്കങ്ങ് തീർത്ത് കളഞ്ഞാലോ? നീ എൻ്റെ നെഞ്ചിലല്ലടാ, എൻ്റെ ഹൃദയത്തിലാ ചവിട്ടിയത്. പകരം നിന്റെ നെഞ്ചിലൂടെ ഈ വണ്ടി കയറ്റി നിന്നെ ഞാനിന്ന് തീർക്കോടാ. നീ ഇനി ഒരിക്കലും എണീറ്റ് നടക്കില്ല. പുലിപാലാവുന്ന ലക്ഷണമാണല്ലോ. ഛെ, വിട്ടുകളയാം. മോളെ വിസ്മയ, നീ എന്താ ഇവിടെ നിന്നിങ്ങനെ കറങ്ങുന്നേ? റെഡിയാവുന്നില്ലേ? എനിക്കിനി ഡ്രസ്സ് മാറാനേ ഉള്ളൂ മുത്തശ്ശി. ഞാൻ റെഡിയാ. പക്ഷേ ഏട്ടൻ ഇത് എവിടെ പോയിരിക്കുന്നെന്ന് അറിയാത്തതുകൊണ്ട് ടെൻഷനാ എനിക്ക്. സുമംഗലിയെ അതേ ടെൻഷനില്ല. പക്ഷേ അവൻ എത്ര പരിഭവിച്ച് മാറി നിന്നാലും വിമലയുടെ കല്യാണത്തിന് അവന് പങ്കെടുക്കാതിരിക്കാൻ പറ്റൂ? അവനെ ആദ്യം വിനയേട്ടാന്ന് വിളിച്ചത് വിമലയല്ലേ? അവൻ ഇങ്ങെത്തും. നീ വേഗം റെഡിയാവാൻ നോക്ക്. മുഹൂർത്തത്തിന് മുമ്പ് മണ്ഡപത്തിൽ എത്തണ്ടേ പെൺവീട്ടുകാര്? മുത്തശ്ശി, ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയ വിനയേട്ടൻ ഇതുവരെ വരാതിരുന്നിട്ടും മുത്തശ്ശിക്ക് ഒരു ടെൻഷനും ഇല്ലേ? അപ്പോ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അവൻ ഇങ്ങ് വരുമെന്ന് എനിക്ക് ഉറപ്പാ. നിന്റെ അമ്മയുടെ കടിഞ്ഞൂൽ പേരാ വിനയൻ. അവനെ ലേബർ റൂമിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോ എന്റെ കയ്യിലാ അവനെ ഏറ്റുവാങ്ങിയത്. ഈ മുത്തശ്ശിയുടെ നെഞ്ചില് കുഞ്ഞിക്കാലി ചവിട്ടി തുടങ്ങിയ ശേഷം അവൻ ഈ മണ്ണി പോലും ചവിട്ടി തുടങ്ങിയത്. അതെ അതെ, അവനെ ഭാഗ്യക്കറിയും പോലെ നിന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. സത്യം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുട്ടിയായിരിക്കുമ്പോ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരടി കിട്ടിയതിന്റെ പേരില് ഒരു ദിവസം മുഴുവൻ ഇവിടത്തെ തട്ടിമ്പുറത്ത് കയറി ഒളിച്ചിരുന്നവനാവൻ. എനിക്ക് തോന്നുന്നതേ അന്ന് കാണിച്ച അതേ വാശിയില് അല്പം മാറി നിൽക്ക അവനെന്നാ. പക്ഷേ മുഹൂർത്തത്തിന് മുമ്പ് അവൻ എത്തുമെന്ന് തീർച്ചയാ, എനിക്ക് ഉറപ്പാ. അല്ല രോഹിണി, നിന്റെ അമ്മായിക്ക് അമ്മാവന് നീ കഴിക്കാൻ വല്ലതും കൊടുത്തോ? എടുത്തു വെച്ചിട്ടുണ്ട്, അവര് കഴിച്ചോളും. എങ്കിലും നിനക്ക് ഒരുങ്ങാൻ നോക്കരുതോ? സമയം എന്തായിന്നാ വിചാരം? വിനേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. പെങ്ങടെ കല്യാണത്തിന് മുഹൂർത്തത്തിന് മുന്നേ എത്തേണ്ടത് അവന്റെ ഉത്തരവാദിത്വം. അവനിങ്ങ് എത്തിക്കോളും. എല്ലാവരും അതാലോചിച്ച് നടന്ന മുഹൂർത്തത്തിന് മുമ്പ് ആരും മണ്ഡപത്തിലെത്തില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാൻ ഞാൻ. ചെല്ല്, രണ്ടാളും പെട്ടെന്ന് റെഡിയാവും.
മാഷ് എന്താ ഈ കല്ലിന് കാറ്റ് പിടിച്ച പോലെ നിൽക്കുന്നേ? നമ്മുടെ കുട്ടി എവിടെ പോയി അന്വേഷിക്കണ്ടേ? എവിടെ പോയി അന്വേഷിക്കാനാ നീ പറയുന്നേ? അവൻ സമയത്തിന് വന്നോളും, അത്ര തന്നെ. അല്ലെങ്കിൽ വരണ്ട. ഏതായാലും വിനയന്തനല്ലല്ലോ വരൻ. അതുകൊണ്ട് കല്യാണം മുടങ്ങില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. മാഷ് അങ്ങനെ പറയരുത്. കുട്ടികളെ സമാധാനിപ്പിക്കാൻ നമ്മൾ പഴയ കഥകളൊക്കെ പറയുമെങ്കിലും എന്റെ മനസ്സിൽ ഇപ്പോഴും ഭൂകമ്പം നടക്കുക. ഇന്നലെ രാത്രി വിനയം വലിയ സങ്കടത്തിൽ ഇറങ്ങിപ്പോയത്. നേരം പുലർന്ന് ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അങ്ങനെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോവുക, അത്ര തന്നെ. ഇപ്പോഴോ? ഈ കല്യാണ ദിവസോ? മാഷ് എന്താ ഈ പറയുന്നത്? കല്യാണമാണെങ്കിലും അടിയന്തരമാണെങ്കിലും ഇങ്ങനൊരു അടിയന്തര ആവശ്യമാണെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അവർക്ക് അവരുടേതായ ചില അന്വേഷണ സംവിധാനങ്ങളുണ്ട്. ഞാൻ വിസ്മയും കൂട്ടി പോയിട്ടേ മണ്ഡപത്തിലെത്തൂ. ആരും അറിയില്ല. നീ വേഗം മറ്റുള്ളവരെയും കൂട്ടി മണ്ഡപത്തിലെത്താൻ നോക്ക്. ഞാനും പോയി റെഡിയാവട്ടെ. വിസ്മയ, വിനേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഫോണിന്റെ ചാർജ് തീർന്ന് ഓഫായതായിരിക്കും. ഇന്നലെ രാത്രിയെ സ്വിച്ച് ഓഫാ. ഞാൻ ഒന്നുകൂടി വെറുതെ വിളിച്ചു നോക്കിയതാ. എനിക്കെന്തോ പേടിയാവുന്നു. എന്ത് പേടിക്കാൻ? ഏട്ട മുഹൂർത്തത്തിന് മുമ്പ് ഇങ്ങ് എത്തും. ചേച്ചി പേടിക്കാതെ. മുഹൂർത്തത്തിന് മുമ്പ് മാത്രം എത്താൻ വിനേട്ടൻ അകന്ന ബന്ധുവോ നാട്ടുകാരനോ അല്ലല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്ത. മുത്തശ്ശി പറയുന്നതേ വിനേട്ടൻ പിണങ്ങി മാറി നിൽക്കുന്നതാന്ന്. ആള് സമയത്തിന് ഇങ്ങ് എത്തുമെന്നും പറഞ്ഞു. കള്ളം. നിനക്ക് തോന്നുന്നുണ്ടോ വിനേട്ടൻ പിണങ്ങി നിൽക്കുവാണെന്ന്? വിമലയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോ എന്തു ആശയായാലും വിനേട്ടൻ മാറി നിൽക്കൂ? നീ തന്നെ പറ. വിനേട്ടനെ മണ്ഡപത്തിൽ കാണാതിരുന്ന എവിടെയെന്ന് എല്ലാവരും ചോദിക്കും. അത് വിനേട്ടന് തന്നെ അറിയാവുന്ന കാര്യമാ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വിനേട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ മനസ്സങ്ങനെ എന്നോട് പറയുന്നത്. അയ്യോ, ചേച്ചി വെറുതെ ഇങ്ങനെ ഓരോന്ന് ഊഹിച്ച് പറയല്ലേ. ചേച്ചി നോക്കിക്കോ, മുഹൂർത്തത്തിന് മുമ്പ് ചേട്ടൻ ഇങ്ങെത്തും. ഞാനാ പറയുന്നേ. എവിടുന്നെത്താൻ? എത്തില്ലെന്നേ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടേ വിനേട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വരൂ. എന്റെ കല്യാണത്തിൽ വിനേട്ടന് ഒട്ടും താല്പര്യമില്ല. അതാ കാരണം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ മറ്റൊരു കുടുംബത്തിലേക്ക് പോകുമ്പോ എന്റെ കൂടെ ഇറങ്ങാനും യാത്ര അയക്കാനും എന്റെ ഏട്ടൻ വേണ്ട ഇവിടെ. ഏട്ടന്റെ ഭാര്യ തന്നെ അതിന് ഉത്തരം പറഞ്ഞാ മതി. നോക്ക്, വിമലയുടെ കല്യാണം നടക്കാത്തതിൽ ഏറ്റവും അധികം വേദനിച്ച ആളാ വിനയേട്ടൻ. അങ്ങനെയുള്ള ആള് ഒരുവിധം രക്ഷയുണ്ടെങ്കിൽ എല്ലാം മറന്ന് രാത്രി തന്നെ തിരിച്ചു വരേണ്ടതാ. നേരം പുലർന്നിട്ടും എത്തിയിട്ടില്ലെങ്കിൽ വിനയേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. അതാ സത്യം. വിനേട്ടനൊന്നും പറ്റിയിട്ടില്ല. ഏട്ടന്റെ കാര്യവും പറഞ്ഞ് ആരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കുകയും വേണ്ട. വിനേട്ടൻ മുഹൂർത്തത്തിന് മുമ്പ് എത്തും. ഇല്ലെങ്കിൽ ഞാൻ എത്തിക്കും. പോരെ? ഇനി ഈ കാര്യം പറഞ്ഞ് ആരും സമയം കളയണ്ട. ഉടൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അല്ലാതെ തർക്കിക്കാനുള്ള നേരം അല്ലത്. ശരി, എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. പക്ഷെ എല്ലാവർക്കും അറിയാലോ ഞാൻ വെറുതെ ഒന്നും പറയില്ലെന്ന്. വിനയേട്ടന്റെ കല്യാണത്തിന് ബർമ കോളനിയിലെ തടവി കിടന്ന ഈ റോണിയേച്ചെ ഞാനിവിടെ എത്തിച്ചില്ലേ? അതുപോലെ വിമല ചേച്ചിക്കും ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങാൻ മണ്ഡപത്തിൽ ഞാൻ വിനയേട്ടനെ എത്തിക്കും. ഇനിയെങ്കിലും എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ രണ്ടാളും അകത്തേക്ക് ചെല്ല് പ്ലീസ്. അതെ, വിസ്മയ വാക്ക് പറഞ്ഞാൽ വാക്കാ. നിങ്ങൾ ചെല്ല്.
അമ്മയും മുത്തശ്ശിയും അവിടെ റെഡിയായി കഴിഞ്ഞു. പറഞ്ഞ വാക്കെനിക്ക് പാലിക്കാൻ പറ്റുമോ മുത്തശ്ശ? പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതിന് നമുക്ക് രണ്ടാൾക്കും കൂടി പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവേണ്ടി വരും. ഇതിപ്പോൾ വിനയന്റെ കാര്യം നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ്. അറിയാം, അതിന്റെ വല്ലാത്തൊരു ആഘാതത്തിലാണ് ഞാൻ. സത്യം പറഞ്ഞ ഏട്ടൻ ഈ ചെയ്തതിന് കാരണം ഞാനാണെന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഏട്ടൻ രാത്രിയിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അമ്മയുടെ തല്ല് കൊണ്ടിട്ടോ മുത്തശ്ശന്റെ വഴക്ക് കേട്ടിട്ടോ അല്ല. ഞാൻ വഴിതെറ്റി പോകുന്നുള്ള ആശങ്കയില്ല. ആ സങ്കടത്തിലും ദേഷ്യത്തിലും ഏട്ടൻ എന്നെ അത്രമാത്രം അടിച്ചത്. പാവം, എന്നോടുള്ള കരുതല് കൂടുതൽ കൊണ്ടാ സമനില തെറ്റിയവനെ പോലെ പെരുമാറി ഇറങ്ങിപ്പോയത്. ആ അവസ്ഥ ഇനി ഞാൻ തന്നെ വേണം മാറ്റിയെടുക്കാൻ. മുത്തശ്ശൻ റെഡി ആയിക്കോ. ഞാൻ 1-2 ഫോൺ ചെയ്തിട്ട് നമുക്ക് പോകാം പോലീസ് സ്റ്റേഷനിലേക്ക്. അല്ല, ആശാൻ എന്താ ഇവിടെ? അത് ഞാനല്ലടാ അങ്ങോട്ട് ചോദിക്കേണ്ടത്. നീ എന്താ ഒരിക്കലും ഇല്ലാതെ അമ്പല ദർശനമൊക്കെ നടത്തി വൃത്തിയുള്ള വേഷമൊക്കെ ഇട്ട് രാവിലെ ഇറങ്ങിയിരിക്കുന്നത്? അതെനിക്ക് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷെ ആശാൻ എന്താ ഇത്രയും ചുള്ളനായിട്ട് ഇറങ്ങിയിരിക്കുന്ന എനിക്ക് മനസ്സിലാവാത്ത. ഈ വേഷം എനിക്ക് അത്രയ്ക്ക് കൊള്ളാല്ലേ? വേഷമൊക്കെ കൊള്ളാം, പക്ഷെ ആശാന് കളക്ടറേറ്റിലല്ലല്ലോ ഉദ്യോഗം, വർക്ക്ഷോപ്പിലല്ലേ? ഞാനൊന്ന് വർഷപ്പിലേക്ക് പോകുന്നില്ല. പിന്നെ അതെന്ത് ചോദ്യമാടാ? നീ പറഞ്ഞില്ലെങ്കിലും എനിക്ക് അറിഞ്ഞൂടെ നിന്റെ ഉദ്ദേശം. അതേ ഉദ്ദേശത്തിലാണ് ഞാനും ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് വിസ്മാട ചേച്ചിയുടെ കല്യാണത്തിന് പോകാം. എന്നാലേ നമ്മള് പോകുന്നില്ല കല്യാണത്തിന്, ഞാനേ പോകുന്നുള്ളൂ. ആശാൻ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടോ. അപ്പൊ എനിക്ക് കല്യാണം കൂടണ്ടേ? അതിന് ആശാൻ ആരെങ്കിലും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടോ? അതെന്തോന്ന് ചോദ്യം? നിന്റെ സ്വന്തം വിസ്മയുടെ ചേച്ചിയുടെ കല്യാണത്തിന് എന്നെ ആരെങ്കിലും ക്ഷണിക്കണോ? നമ്മൾ ഒന്നിച്ച് നിന്ന് വേണ്ടേ അത് നടത്തി കൊടുക്കാൻ? അയ്യടാ, നമ്മള് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി നടത്തി കൊടുക്കാൻ. അതെ, ആശാൻ അവിടെ വന്ന് ചുളുവിന് ഗോളടിക്കാൻ നോക്കണ്ട. ആശാൻ നാളെ ഒരു സമയത്ത് എന്റെയും വിസ്മയുടെയും കല്യാണത്തിന് പങ്കെടുത്താൽ മതി. ഓഹോ, നിന്റെ കല്യാണം ഗണപതിയുടെ കല്യാണം പോലെ നീണ്ടങ്ങ് പോകും. ഇത് ഈ നൂറ്റാണ്ടിലങ്ങ് നടക്കുന്ന കാര്യമാണ് അവിടെ. അയ്യോ ആശാനെ, ആ കരുനാക്കെടുത്തൊന്ന് വളയ്ക്കാണ്ടിരിക്കാമോ? വിമലേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കൂടെ വേണമെന്ന് ഉറപ്പല്ലേ? ഞാൻ വിസ്മയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ ആശാൻ വേണം വന്ന് വായിക്കൊരവിടെ. ആ താലികെട്ട് ജല്ലിക്കെട്ട് പോലെ 1.5 കെട്ടായിരിക്കും. ആശാന് കണ്ടില്ലേ, വിളി വന്നു. വിസ്മയ, ഞാനവിടെ എത്താൻ വൈകിട്ട് വിളിക്കുമായിരിക്കും. നിന്നെ കാണാഞ്ഞിട്ട് വിളിക്കുന്നതാവില്ല, നിനക്കെന്തോ പണി തരാനായിട്ട് വിളിക്കുന്നതാ. ഞാൻ കുറെ നാളായിട്ട് കാണുന്നതല്ല ഇതൊക്കെ. ഓ, ഹലോ വിസ്മയ, ഞാൻ മണ്ഡപത്തിലേക്ക് വരുവാണ്. ചന്തു, മണ്ഡപത്തിലോട്ട് വരണ്ട. വരണ്ടേ? അതെന്താ? വിനേട്ടൻ ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫാ. അയ്യോ, ആളവിടെ പോയതാ? ഒന്നും അറിയില്ല ചന്തു. നിനക്കൊന്ന് പെട്ടെന്ന് വിനേട്ടൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ഒന്ന് നോക്കാൻ പറ്റുമോ? വിനേട്ടനെ കാണാഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ഭയങ്കര ടെൻഷനില്ല. ഏട്ടൻ വന്നില്ലെങ്കിൽ ഈ കല്യാണം മുടങ്ങും. ശരി ശരി, ഞാൻ നോക്കിയിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. ആ ശരി. ചേടാ, ഈ വിനിയേട്ടൻ ഇതെങ്ങോട്ട് പോയതായിരിക്കും? എന്താടാ? ആശാനെ, വിസ്മയെ വിളിച്ചത്. ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വിനിയേട്ടൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലെന്ന്. ഫോണും സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. ആണോ?
എങ്കിലെന്തോ അപകടം പറ്റിയിട്ടുണ്ട് തീർച്ചയാ. അപകടം അതെങ്ങനെ പറയാൻ പറ്റുമോ ആശാനെ? അല്ലെങ്കിൽ പിന്നെ അനിയത്തിയുടെ കല്യാണ ദിവസം വരാതിരിക്കുവോ? അതും പെങ്ങന്മാരെ പെണ്ണുപോലെ നോക്കുന്ന ഒരു ചേട്ടൻ. ചന്തു, ഡാ, നിന്റെ വിസ്മയുടെ വിനേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്, അത് ഉറപ്പാ. സ്വയം പറ്റിയതായിരിക്കില്ല, ഒരുത്തൻ മനഃപൂർവ്വം പറ്റിച്ചതാകാനാ ചാൻസ്. വിമലേച്ചയുടെ കല്യാണം മുടക്കാൻ. ഞാനൊഴും വരെ പോയിട്ട് വരാം ആശാനെ. നിങ്ങൾ മണ്ഡപത്തിലേക്ക് വിട്ടോ, വിനേട്ടനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരൂ. ഡാ, ഞാൻ കൂടെ വരാം. ഞാൻ കൂടെ വരാന്ന്. വേണ്ട ആശാനെ, ഞാനിപ്പോ വരാം. ചന്തു പറയുന്നത് കേക്ക്. ചേടാ, പോക്ക് കണ്ടിട്ട് ഇവൻ ഇന്ന് അലക്സിക്ക് പണി കൊടുക്കുന്ന ലക്ഷണമാണല്ലോ. സൂപ്പർ. ഇവിടെ അവിടെ ഇവിടെ എന്തൊക്കെയോ അടക്കം പറച്ചിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. നീ അടക്കം പറച്ചിലൊന്നും നോക്കാതെ ഉള്ളത് മുഴുവൻ അണ്ണാക്കിലോട്ട് കൊത്തി കേട്ടാൻ നോക്ക്. എനിക്കാണെങ്കിൽ കിട്ടിയത് തന്നെ തികഞ്ഞിട്ടില്ല. ഇടിവിട്ടുന്ന നേരം കൊണ്ട് ഈ തിന്നത് തന്നെ കത്തിപ്പോവും. ദേ എന്ന് പറഞ്ഞ് വയറും കാര്യാവും. 11:30 മുഹൂർത്തം, 12 മണി കഴിയാതെ സദ്യ വിളമ്പത്തില്ല. അതുവരെ വിശന്നിരിക്കണ്ടേ? നിങ്ങൾക്ക് എപ്പോഴും ഈ തീറ്റ വിചാരം ഉള്ളോ? ഇവിടെ ആ രോഗിയുടെ കെട്ടിയവനെ ഇന്നലെ ഇവിടുന്ന് പോയതാ, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതിനെപ്പറ്റിയുള്ള ചർച്ചയാ നടക്കുന്നത്. നിങ്ങൾ ആദ്യം ഇതൊന്ന് തീർത്തെഴുന്നേക്ക് മനുഷ്യ. നമുക്ക് പോയി നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. മുളക് വേണോ? എനിക്ക് വേണ്ടോ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവനെന്തായി ചെയ്യുന്നതെന്ന്. ഞാനൊരടി കൊടുത്തതിന്റെ സങ്കടത്തില് അവൻ മാറി നിൽക്കുകയാണെന്നാ എന്റെ സംശയവും സങ്കടവും. നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട സുമംഗലേ. നീ അടിച്ചൊന്നും വെച്ച് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ. അത് കൊള്ളാലോ. പിന്നെന്താ വിനീൻ ഇതുവരെ വീട്ടിൽ വരാത്തത്? അമ്മ പറ. എന്റെ അമ്മേ, നമുക്കറിയാത്ത വേറെന്തെങ്കിലും കാര്യം ഉണ്ടാവും. നമുക്കറിയാത്ത വേറെ എന്ത് കാര്യം അവന്? 10-80 ലക്ഷം രൂപ അലക്സയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. അതുപോലെ നമ്മൾ അറിയാത്ത വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ? ആ പറഞ്ഞത് ശരിയാ. അവനാണെങ്കി ഒന്നും പറയാത്തൊരു പ്രകൃതം. നോക്ക്, ഇനി ഒന്നിനും സമയമില്ല ഇവിടെ. വിനയേട്ട മുഹൂർത്തത്തിന് മുമ്പെങ്കിലും മണ്ഡപത്തിൽ എത്തിക്കോളും. നമ്മൾ ലേറ്റായിട്ട് കല്യാണം അലങ്കോലം ആയ അവിടെ വെച്ച് വിനയേട്ടനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് ഉടനെ ഇറങ്ങണം. അത് ശരിയാ. നീ ചെന്ന് വിമലോട് പെട്ടെന്ന് റെഡിയാവാൻ പറ. വിമലയെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ രോഹിണിയുടെ കാര്യം എന്ത് ചെയ്യുന്ന എനിക്കറിയാത്തത്. അതെ, അത് തന്നെ ചോദ്യം. ഞങ്ങളുടെ രോഹിണിക്ക് എന്താ ഇവിടെ പ്രശ്നം? ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. നേരം പരപരാന്ന് വെളുത്തപ്പോ തൊട്ട് കേൾക്കുന്നതാണല്ലോ ഞങ്ങളുടെ രോഹിണിയെ കുറിച്ചൊരു പരദൂഷണം പറച്ചില്. എന്താ അവൾക്കൊരു കുറവ്? എന്താ പ്രശ്നം? രോഹിണിയെ പറ്റി ഇവിടെ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നിങ്ങൾക്കില്ലായിരിക്കും, പക്ഷേ അവിടെ കെട്ടിയവനുണ്ടെങ്കിലോ? എവിടെയവൻ? കണ്ടില്ലല്ലോ. അതെ, ഇന്നലെ മുതൽ ഞങ്ങളുടെ മരുമകനെ കാണാനില്ലല്ലോ. അവൻ എവിടെയാണെന്ന് പറ, കേക്കട്ടെ. അമ്മ മതി. നിങ്ങൾ ഭക്ഷണം കഴിച്ചെങ്കിൽ ചെന്ന് കൈ കഴുകാൻ നോക്ക്. എന്റെ കെട്ടിയവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. കൈ കഴുകാതെ നീ ഞങ്ങളെ പഠിപ്പിക്കണ്ടേ? നിന്റെ കെട്ടിയവൻ എവിടെയെന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കത്തുള്ളൂ. പ്ലീസ്, നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. വിനയേട്ടൻ ഇപ്പൊ എത്തും. നീ മുണ്ടാരടി കൊള്ള തമിഴത്തി മല്ലി. അമ്മായി, എടി, ഇന്നു മുതലേ നിന്റെ അമ്മാവനും അമ്മയും ചത്തുപോയെന്ന് കരുതിക്കോ.
ആയിക്കോട്ടെ 16 അടിയന്തരത്തിന് സദ്യ ഉണ്ടാ ഞാൻ വന്നോളാം. എന്ത് പറഞ്ഞു തൊട്ടുപോരുത്.